തെരഞ്ഞെടുത്ത പോക്കറ്റുകളിൽ നിന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോകുന്ന, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു കൂട്ടം യൗവനക്കാരും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. യോർദാനിൽ നിന്ന് സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നു. യേശു ആത്മാവിന്റെ ശക്തിയോട് മടങ്ങി ഗലീലയിലേക്ക് പോയി. നിങ്ങൾക്കറിയാം, ജാതികളുടെ ഗലീല, ഇരുട്ടിലിരുന്ന ജനം, മരണത്തിന്റെ ദേശം, മരണത്തിന്റെ നിഴലിലിരുന്നവർ. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണം കണ്ട ഒരു കൂട്ടം ഗലീലക്കാരെ ദൈവം അവിടുന്ന് വേർതിരിച്ചെടുത്തു. അപ്പൊ അഭിഷേക നുകങ്ങളെ തകർക്കും, ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചം കാണും, സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിക്കും. ഇതൊക്കെ നടക്കും. മറുവശത്ത് ഒരു കൂട്ടം പരീശന്മാരുണ്ട്, മറക്കരുത്. ഈ നാളുകളിൽ നടക്കുന്ന യൂത്ത് മീറ്റിങ്ങുകളും ആത്മപകർച്ചയ്ക്കും വിരോധമായി ശക്തമായി പ്രതികരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇത് കൾട്ടാണെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പശുവിന്റെ അകിട്ടിൽ ഇഷ്ടം പോലെ പാലുണ്ട്, പക്ഷേ കൊതുക് ചെന്നാൽ ചോര മാത്രമേ കുടിക്കത്തുള്ളൂ. സ്തോത്രം. പ്രാരംഭമായി സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നുള്ള വിഷയത്തെ തൊട്ട് അല്പസമയം സംസാരിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അതിനാധാരമായ ഒരു വേദഭാഗം നമുക്കെടുക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ ആരെങ്കിലും വായിക്കണം. മതി. ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് അതുകൊണ്ട് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഏതുകൊണ്ട്? എന്തിനാ അപ്പോസ്തലൻ ഈ ദൈവസഭയോട് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട്, എലിമെന്ററി ടീച്ചിങ്സ് വിട്ട്, പ്രാഥമിക പഠിച്ച വിഷയങ്ങൾ വിട്ടിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പൂർത്തിക്ക് വേണ്ടി, പെർഫെക്ഷൻ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിലേക്ക് മാറണമെന്ന് പറയുന്നു. എന്നും രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഞാൻ അന്യഭാഷ പറയുന്നു, ഞാൻ ഒരു മുറി വെളിപ്പാട് കണ്ടു എന്ന് പറഞ്ഞു നിൽക്കാതെ, ആമേൻ, എന്നും ഏത് ദൈവസഭയിൽ ചെന്നാലും അത്രയേ ഉള്ളൂ. ഞായറാഴ്ച എഴുന്നേൽക്കും, കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഉണക്ക സാക്ഷ്യം പറയും. കമ്മിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും, കുത്തിന് പിടിക്കും, അടിക്കും, തള്ളും, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. എന്തിനവന്? ആമേൻ. ആദ്യവചനങ്ങൾ നോക്കിക്കേ, എന്നുള്ള അടിസ്ഥാനം എലിമെന്ററി ടീച്ചിങ്സിൽ ഫൗണ്ടേഷൻ ഇടാതെ, അടിസ്ഥാനം എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. ഏത് പണിയും നിലനിൽക്കണമെങ്കിൽ അവന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ആമേൻ, ആമേൻ. അപ്പൊ എന്നും പറയുന്ന ആദ്യ പാഠങ്ങൾ, എലിമെന്ററി ടീച്ചിങ്സ് വിട്ടിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ പെർഫെക്ഷനിലേക്ക് മാറണം, പൂർണ്ണതയിലേക്ക് മാറണം. ഈ ക്യാമ്പുകളിലൊക്കെ നടക്കുന്നതാ. ശക്തമായ ആത്മപകർച്ച ഇങ്ങോട്ട് വരുമ്പോൾ, ദൈവ സാന്നിധ്യം വരുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ജഡത്തിന്റെ സ്വഭാവങ്ങൾ വെച്ചിട്ട് നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളെ തകർത്ത് ഒരു കൂട്ടം അഭിഷിക്തന്മാരെ തമ്പുരാൻ പുറത്തെടുക്കുക. നീ സഭയ്ക്കകത്ത് അംഗം കാണിക്കാനല്ല, പട്ടണം പിടിക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കാൻ ഈ യൗവനക്കാരെ കൊണ്ട് സഭയ്ക്കൊരു പുറപ്പാടുണ്ട്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം കഴിഞ്ഞ് സഭയ്ക്കൊരു പുറപ്പാടുണ്ട്. നോക്കിക്കേ, ദൈവസഭയിലൂടെ ദൈവരാജ്യം പണിതെടുക്കുന്നത്. ആമേൻ. ഇതിപ്പോ അവനവന്റെ വള്ള വീർപ്പിച്ച്, അവനവന്റെ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത്, അവനവന്റെ ഇതുണ്ടാക്കിയെടുക്കുന്നതിന്റെ ബന്ധപ്പാടിനിടയിൽ ആർക്കാ പണിയാൻ നേരം? ഇവിടെ നടക്കുന്ന പണികളാ. പണി ഇടിക്കാനും പൊളിക്കാനും പണിയാനും
എല്ലാം തമ്പുരാൻ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് നടക്കും, പണിത് പുറത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. തമ്പുരാന് മനസ്സിലായി ഇനി ഈ പഴയ തലമുറയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കലം കമത്തി വെച്ച് വെള്ളം എഴുതുന്നവനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇളം തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇളം തലമുറ ദൈവം അധികാരം ഈ നോക്കിക്കാണ്. ഈ ക്യാമ്പ് ഒരു റൗണ്ട് തീരുമ്പോ ഒരു അധികാര കൈമാറ്റം നടക്കും. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നടക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. അവരുടെ നിഴല് വീണ് രോഗികൾ സൗഖ്യമാകും. അവർ നിഴൽ ചൂണ്ടുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും. ആമേൻ, 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 ഹല്ലേലൂയ. ഈ തലമുറ തമ്പേറടിക്കുമ്പോഴല്ല ആത്മാവ് വരുന്നേ. ഈ തലമുറ നടക്കുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ അവരുടെ നിഴല് തട്ടി, അവരുടെ നിഴല് തട്ടി, അവരുടെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകും. അവർ വിരല് ചൂണ്ടുമ്പോൾ ഭൂതങ്ങൾ അലറിയോ, ദേശശക്തികൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കും. നടക്കാൻ പോകുക ഒരു അധികാര കൈമാറ്റം. അടുത്ത തലമുറയ്ക്ക് സ്വർഗം കൈമാറാൻ പോകുക. ഒരുങ്ങിക്കോ. ആമേൻ, ഹല്ലേലൂയ. ക്യാമ്പിലൊക്കെ ഇവിടെ വെറുതെ തുള്ളാനല്ല വരുന്നത്. ഇവിടെ വചനം അകത്തോട്ട് കയറ്റിയിട്ടാ തുള്ളുന്നത്. വചനം അകത്ത് കയറിയ പിന്നെ തുള്ളല് നിൽക്കാൻ പറ്റത്തില്ല. ചുമ്മാ തുള്ളല്ല. കാറ് കിട്ടിയെന്ന് പറഞ്ഞ തുള്ളല്ല, വീട് കിട്ടിയെന്ന് പറഞ്ഞ തുള്ളല്ല, വെറുതെ തുള്ളാനല്ല, കാര്യം അറിഞ്ഞു തുള്ളാനാ. ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നാ കൂട്ടത്തിൽ ഈ കൂട്ടത്തിലാണ്. പണ്ടും കാര്യം അറിയാതെ തുള്ളുന്നതിനാ ഞാൻ വല്ലതും പറയുന്നത്. കാര്യം അറിഞ്ഞേച്ച് തുള്ളണം. ആമേൻ. ഇവിടെ ഇപ്പോ അപ്പോസ്തലൻ പറയണ അതുകൊണ്ട് ഏതാ കാര്യം, എന്താ കാര്യം? വായിച്ചിട്ട് 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വേഗത്തിൽ. ഉണ്ടോ? ക്ഷീണിച്ച ഈ സമൂഹത്തോട്, വിശ്വാസത്തിൽ ക്ഷീണിച്ച ഈ സമൂഹത്തോട് പറയാനില്ലാഞ്ഞിട്ടല്ല, ഇപ്പൊ കേൾക്കാൻ അവർക്ക് മാന്യമുള്ളവരായി തീർന്നു. ഉപവസിച്ചിട്ട് വിടുതലില്ല, ഉപവസിച്ചിട്ട് പെണ്ണിനെ കെട്ടിച്ചില്ല, ഉപവസിച്ചിട്ട് വീട് പണി തീർന്നില്ല. ഇതൊക്കെ പറയുമ്പോ ഇനി എന്തിനാ ഇതൊന്നും പറയണ്ട, വല്ല വിടുതലുണ്ട് പറഞ്ഞേച്ചു പോ ഉപദേശി എന്ന് പറയുന്ന പോലെ ഇത് ആർക്കാ കേൾക്കേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി പോയി. ഒത്തിരി പ്രതീക്ഷകളോടാ മുങ്ങിയത്. ആമേൻ, ആമേൻ. വീട്ടിൽ കയറി വന്നവര് കാല് ചവിട്ടി പ്രാർത്ഥിച്ചവർ പറഞ്ഞ് മുങ്ങുകയാണ്, പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് മുങ്ങിയതാ. പക്ഷെ ഇതുവരെ പൊങ്ങാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. ആമേൻ. മുഖ്യ ഉപദേശിയെ കാണാനുമില്ല. മുങ്ങുന്നവരെ ഉപദേശിമാര് കയറി ഇറങ്ങി നടക്കുക. എന്നെ സ്നാനത്തിലേക്ക് കൊണ്ടൊരു ഉപദേശിച്ച പിന്നെ ഞാൻ അമേരിക്കയിൽ ചെന്ന് കണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കേൾപ്പാൻ നിങ്ങള് മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ വിഷമം. ആമേൻ, ആമേൻ. ഇത് നിത്യത എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ എടുത്തിരിക്കുന്നതിന്റെ കാരണം അതാ. നിനക്ക് കാറ് കിട്ടിയോ, വീട് കിട്ടിയോ, വീട് പണിതോ, ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. കാഹളം ധ്വനിച്ചാൽ പോകുമോ എന്നുള്ളതാ ഇവിടുത്തെ വിഷയം. ആമേൻ. വീടുള്ളവരൊക്കെ പോകുമോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പൗലോസ് അവിടെ അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുന്നത് ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിങ്ങോട്ട് തുടങ്ങുമ്പം ഈ സംഭവം തെളിയിച്ചു തരാൻ വിഷമമായിരിക്കുന്നതിന്റെ കാരണം ഇത് കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നു. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയാണ്, കാലം നോക്കിയാൽ അങ്ങനല്ലയോ? കമ്മിറ്റിയിലൊക്കെ കയറുമ്പോൾ 18 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം എന്നൊക്കെ പറയും. അങ്ങനെ കാലം നോക്കിയാൽ ഇപ്പൊ എവിടെ ഇരിക്കണം? എന്നിട്ട് ഇപ്പോഴും ആമേൻ, ഹല്ലേലൂയ, ഒറ്റ വാക്യം പോലും കാണാതറിയാത്തവരുണ്ട്. കമ്മിറ്റിയിലൊക്കെ കൈയൊക്കെ തെറുക്കും, മുഷ്ടി ചുരുട്ടും, വേണമെങ്കിൽ പാസ്റ്ററെ മാറ്റും, സ്ഥലം മാറ്റം മാറും, മോളി വലിയ പിടിപാടാ, ഹെഡ് ഓഫീസിൽ വലിയ പിടിപാടൊക്കെയാ. പക്ഷേ ഒരു വാക്യം മുഴുവൻ പറയാൻ അറിയാത്ത 30 കൊല്ലമായത് ദൈവസഭയ്ക്കകത്ത് ഇരിപ്പുണ്ട് ഏതെങ്കിലും തൂണേ ചാരിയിരുന്ന് ഉറങ്ങുക.